മഴത്തോരു മുംബൈയുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജീവനും ശിവശങ്കരനും കൂടി ചേർന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തുവാണ്. നമ്പ്യാറിന്റെ അടുത്ത് ചെന്നിട്ട് ഉള്ളിലോട്ട് വന്നോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശങ്കരൻ ഹരിയുടെ അച്ഛനാണ്, ഗൾഫിലാണ് ജോലി ചെയ്തിരിക്കുന്നതെന്ന് പറയാണ്. മകന്റെ വിശേഷങ്ങൾ അറിഞ്ഞിട്ടായിരിക്കും എത്തിയത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്പ്യാർ ചോദിക്കുന്ന സമയത്ത് അതേന്ന് പറയാണ്. നിങ്ങളല്ലെങ്കിലും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കാരണം വിദേശത്ത് പോയിട്ട് കഷ്ടപ്പെടുന്നു, അതും വീട്ടിലുള്ളവര് സുഖമായിട്ട് കഴിയാൻ വേണ്ടിയിട്ട്. പക്ഷെ അവര് ഇങ്ങനെയാണ് സൂഹിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊക്കെ നമ്പ്യാർ ചോദിക്കുമ്പോൾ ശിവശങ്കരൻ പറയുന്നുണ്ട്, സാറ് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞാൽ മതി, അതുപോലെ ചെയ്യാം. ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ്, കതിരെ കൊണ്ടുപോയിട്ട് വളം വെച്ചിട്ട് എന്ത് ചെയ്യാനാ? അതിനുശേഷമാണ് രാജീവൻ ആരാണെന്നുള്ള കാര്യം നമ്പ്യാർ ചോദിക്കുന്നത്. ഇത് എന്റെ അനിയനാണ്, അവൻ സിംഗപ്പൂരിലാണ് ജോലി ചെയ്യുന്നത്, വിവരം അറിഞ്ഞിട്ട് എത്തിയതാണ്. ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള കാര്യം പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. റേപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്ന പെൺകുട്ടി മൊഴി മാറ്റി പറയണം. ആരും റേപ്പ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം പറയാൻ വേണ്ടി പറ്റില്ല, കാരണം ഫോറൻസിക് റിപ്പോർട്ടിലും മെഡിക്കൽ റിപ്പോർട്ടിലൊക്കെ റേപ്പ് ചെയ്തിട്ടുണ്ട് എന്നതിന്റെ തെളിവുണ്ട്. ഞങ്ങൾക്ക് സാറ് എന്തെങ്കിലും ഒരു രക്ഷാമാർഗം ഉണ്ടാക്കി തരണം. കുടുംബം മൊത്തത്തിൽ നാണം കെട്ടു, അത് പോട്ടെ, ഒരു ചെറുപ്പക്കാരന്റെ ഭാവി രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടെങ്കിലും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്റെ അടുത്ത് നിങ്ങൾ വന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എനിക്കിനി ചെയ്യാനുള്ളത് കുട്ടികളെ കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളത് മാത്രമാണ്. ഈ കേസിന്റെ ചാർജ് സിഐക്കാണ്, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും അദ്ദേഹത്തെ ഒന്ന് ചെന്ന് കണ്ടു നോക്കുമെന്ന് പറയുന്നുണ്ട്. കൂടുതൽ തല്ല് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് രാജീവൻ പറയുമ്പോൾ ഇവിടുത്തെ തല്ലൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോ സബ് ജയിലിനാണ് ബാക്കിയുണ്ടാവുക. എന്തായാലും കുറച്ചൊക്കെ അടിയൊക്കെ കിട്ടണം, കാരണം ഓർമ്മ ഉണ്ടാവണല്ലോ, ഇനി ഒരു തെറ്റ് ആവർത്തിക്കരുത്. ഞങ്ങൾക്ക് പിള്ളേരെ ഒന്നും കാണാൻ വേണ്ടി പറ്റുമോ എന്ന് ശിവേട്ടൻ ചോദിക്കുന്നുണ്ട്. സിയയോട് ചോദിച്ചതിന് ശേഷം നമുക്ക് അദ്ദേഹം സമ്മതിക്കുകയാണെങ്കിൽ കാണാം, നിങ്ങൾ വരൂ ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞിട്ട് സിയയുടെ അടുത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോവാണ് കേട്ടോ നമ്പ്യാര്. എന്നിട്ട് സിയയുടെ അടുത്ത് ഇവരെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. എന്നതിന് ശേഷമാണ് ശിവനും അതുപോലെ രാജീവനും സിയയുടെ അരികിലേക്ക് ചെല്ലുന്നത്. ചെല്ലുന്നതിന് മുമ്പായിട്ട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ അവതരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉള്ളിലേക്ക് കയറ്റി വിടുന്നത്. അവർ വരുമ്പോ തന്നെ സിയ ആണെന്നുണ്ടെങ്കിൽ വരണം വരണം എന്നൊക്കെ പറഞ്ഞ് ഗംഭീര സ്വീകരണമാണ് കേട്ടോ കൊടുക്കുന്നത്. ശിവശങ്കര മേനോൻ അല്ലേ, ഹരിയുടെ അച്ഛൻ, നിങ്ങളുടെ എൽഡർ ബ്രദർ അല്ലേ, ലഫ്റ്റനന്റ് കേണൽ ഗംഗാധര മേനോൻ, അതേന്ന് മറുപടി നൽകുന്നുണ്ട് കേട്ടോ ശിവൻ. അതിനുശേഷം നിങ്ങളുടെ മകനുണ്ടല്ലോ, അവന് ചെറുപ്പം മുതൽ കടുക്ക കഷായം വെച്ചു കൊടുക്കണമായിരുന്നു. സർ, ഒരു തെറ്റൊക്കെ ആർക്കും എന്ന് പറഞ്ഞ് ശിവൻ മുഴുവനാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു തെറ്റ് ബാലേന്ദ്രന്റെ വീട്ടിലുള്ള സെർവന്റിന് അവൻ പണി കൊടുക്കാൻ വേണ്ടി നോക്കിയതല്ലേ? എന്താ അത് നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നോ? അത് നിങ്ങൾ പൈസ കൊടുത്ത് മുക്കി, എന്നിട്ടും അവൻ രക്ഷപ്പെട്ടോ? അവന്റെ ഇഷ്ടവിനോദം റേപ്പാണ്, അവനത് കലയായിട്ട് വളർത്തി കൊണ്ടുവരായിരുന്നു. നിങ്ങൾ വിചാരിച്ച പോലെയൊന്നുമല്ല, അവൻ ഭയങ്കര കലാകാരനാണ്. ഇതെല്ലാം കേട്ടിട്ട് തൊലിയുരിഞ്ഞത് പോലെയാണ് കേട്ടോ രണ്ടുപേരും അവിടെ നിൽക്കുന്നത്. സർ, മകനായിട്ട് ജനിച്ചു പോയില്ലേ, ശാസിക്കാനും ശിക്ഷിക്കാനും അല്ലേ പറ്റുള്ളൂ. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. വീട്ടിൽ നിന്ന് വേണ്ട പോലെ ശാസനയും ശിക്ഷയും കിട്ടിയില്ല, അതുകൊണ്ടാണ് പോലീസിനും അതുപോലെ കോടതിക്കൊക്കെ ശിക്ഷിക്കേണ്ടി വരുന്നത്. സാറ് പറയുന്ന എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം, സാറ് പറഞ്ഞാൽ മതിയെന്ന് ശിവൻ പറയാണ്. ഞാൻ പറയാം, എന്തായാലും ജാമ്യത്തിന് എതിരണ്ട, കാരണം കിട്ടില്ല. ഒരു 30 ദിവസമെങ്കിലും സബ് ജയിലിൽ കിടക്കും, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ജാമ്യത്തിൽ ഇറക്കാം. എന്തായാലും ശിക്ഷ കിട്ടും. അതിന് ഈ പെൺകുട്ടിയുടെ മൊഴി മാത്രം മതി. ഇനിയിപ്പോ മൊഴി മാറ്റി പറയിപ്പിച്ചു കഴിഞ്ഞാലും തെളിവുണ്ട്. ഇവിടെ ഒരു സഹായം പ്രതീക്ഷിക്കേണ്ട, അത് മാത്രമേ നടക്കുള്ളൂ, അല്ലാതെ ഇവിടെ നിന്ന് ഒരു സഹായം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. സർ, ഞങ്ങള് അവരൊന്ന് കണ്ടിട്ട് പോയിക്കോട്ടെ എന്നുള്ള കാര്യം ശിവശങ്കരൻ ചോദിക്കുന്നുണ്ട്. കണ്ടോ, ധാരാളം കണ്ടോ, ഇനി അടുത്ത ഒരു മാസത്തേക്ക് കാണാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല. അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. സെല്ലിന്റെ അവിടെ ചെന്ന് നിൽക്കുമ്പോ തന്നെ രോഹിത്തും അതുപോലെ ഹരിയൊക്കെ മടിച്ചുകൊണ്ടിങ്ങനെ എഴുന്നേൽക്കുന്നുണ്ട്. അതേസമയം നമ്പ്യാര് പറയുന്നത്, ഞങ്ങള് ദിവസവും പ്രതികളെ ഒരുപാട് പേരെ കാണുന്നതാണ്, ഒരുപാട് ക്രിമിനൽസുമായിട്ട് ഇടപഴകുന്നതുമാണ്. എന്നാൽ അതിലെ ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള മുഖം ആരുടെ എന്നുള്ള കാര്യം അറിയോ? ബലാത്സംഗ കേസിലെ പ്രതികളുടെ. മറ്റെല്ലാ കുറ്റകൃത്യങ്ങൾക്കും 1% മാന്യതയെങ്കിലും മര്യാദയെങ്കിലും ഉണ്ട്. പക്ഷെ കൂട്ടബലാത്സംഗം നടത്തുന്നവർക്ക് 0 ആണ് മാന്യത. അവര് യാതൊരു ദയയും അർഹിക്കുന്നില്ല. അത്രയ്ക്ക് ക്രൂരന്മാര്, നീചന്മാരും തെമ്മാടികളുമാണ് ഇവര്. സാർമാര് നല്ലോണം കണ്ടോളൂ, ഇഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ, കണ്ണിറയെ കണ്ടോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പ്യാർ അവിടുന്ന് പോവാണ് കേട്ടോ ചെയ്യുന്നത്. നമ്പ്യാർ പോയി കഴിഞ്ഞതിന് ശേഷം ശിവശങ്കരനും അതുപോലെ രാജീവനും കൂടി ചേർന്നിട്ട് സെല്ലിന്റെ അടുത്ത് നിന്നിട്ട് രണ്ടുപേരെയും നോക്കുന്നുണ്ട്. രണ്ടുപേരും തലകുനിച്ച് നിൽക്കുവാണ്. രാജീവനാണെന്നുണ്ടെങ്കിൽ ഹരിയുടെ അടുത്ത് എടാ ഇങ്ങോട്ട് നോക്കടാ എന്ന് പറയാണേ. ജാമ്യത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. തൊണ്ടയിൽ പുഴുത്തെന്ന് കരുതിയിട്ട് ഇറക്കാതിരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. എടാ രോഹി, നിന്റെ അടുത്തും കൂടിയാ പറഞ്ഞത്, ജാമ്യമൊന്നും കിട്ടത്തില്ല, എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. നിങ്ങളുടെ സമയം വളരെ മോശമാണ്, അതെന്തായാലും ഉടനെ ഒന്നും ശരിയാവാൻ വേണ്ടി പോകുന്നൊന്നുമില്ല. ജയിലിൽ കിടക്കാനാണ് തലയിലെഴുത്തെന്ന് വെച്ചാൽ അത് ചെയ്തല്ലേ പറ്റുള്ളൂ. തുടർന്ന് ശിവേട്ടൻ പറയുന്നുണ്ട് കേട്ടോ, എന്ന് കരുതിയിട്ട് ഞങ്ങളാരും നിങ്ങളെ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല, കേസ് നടത്തും, അത് ഞങ്ങളുടെ കടമയാണ്. നിങ്ങളുടെ കടമ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെയൊന്നും വരത്തില്ലായിരുന്നു. കുടുംബങ്ങൾ താറുമാറായി എത്ര പേരാണ് നാണം കെട്ട് കിടക്കുന്നത്. തുടർന്ന് രാജീവനാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിലേക്ക് പോവാണ്, അവിടെ രണ്ടുപേരും നാണം കെട്ട് കിടക്കുന്നുണ്ടല്ലോ, ഒരു അച്ഛനും ഒരു അമ്മയും, കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് വരാം എന്ന് പറഞ്ഞിട്ട് ശിവനും അതുപോലെ രാജീവനും അവിടെ നിന്ന് ഇറങ്ങുവാണേ. തുടർന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്ന വൈജിയാണ് കേട്ടോ കാണിക്കുന്നത്. സിസ്റ്റർ വന്നിട്ട് പറയുന്നുണ്ട്, രണ്ടുപേര് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്, ബ്രദേഴ്സ് ആണെന്നാ പറഞ്ഞത്, വരാൻ വേണ്ടിയിട്ട് പറ, ഞാൻ അവരെ കാത്തിരിക്കുകയായിരുന്നു എന്ന്
വൈജി ഇങ്ങനെ നഴ്സിന്റെ അടുത്ത് പറയുന്നുണ്ട്. ശിവനെയും രാജീവിനെയും കണ്ട ഉടനെ തന്നെ വൈജിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കരച്ചിലാണ്. ഞാന് എന്തൊക്കെ കാണണം ശിവേട്ട, ഞാന് എന്ത് ചെയ്തിട്ടാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാവരും പറയുന്നത് തന്നെയാണ്, എല്ലാം അവരവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് വൈജയുടെ മുഖത്തടിച്ചതുപോലെ രാജീവും പറയുന്നുണ്ട്. രാജീവേട്ടൻ ഇങ്ങനെയൊന്നും പറയല്ലേ ഈ വയ്യാതെ കിടക്കുന്ന എന്നോട്. ഞാനേ വൈജയെ നിന്റെ മെക്കെട്ട് കയറാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഇങ്ങോട്ട് വന്നത്. പക്ഷേ നീ ചോദിക്കുന്നുണ്ടല്ലോ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാന്ന്, അതൊക്കെ കേൾക്കുന്ന സമയത്തുണ്ടല്ലോ പറയണ്ടെന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും പറഞ്ഞു പോകും. അതെന്താണ് എന്നോടൊരു വിരോധമുള്ളത് പോലെ രാജീവേട്ടൻ സംസാരിക്കുന്നത് വൈജി ചോദിക്കുമ്പോ, നീ ഈ കയ്യും കാലും ഒടിഞ്ഞിവിടെ കിടക്കുന്നത് നിന്റെ കയ്യിലിരിപ്പുണ്ടല്ലേ? നാളെ രോഹിയാണെന്നുണ്ടെങ്കിൽ ജയിലിലേക്ക് കയറാൻ വേണ്ടി പോവാണ്, അത് അവൻ വരുത്തി വെച്ചതല്ലേ? എന്നിട്ട് എന്നാ തെറ്റാണ് ചെയ്തത് പോലും, കാണിച്ചിരിക്കുന്നത് മൊത്തം തെറ്റാണ്. നിങ്ങൾ രണ്ടുപേരും കൂടി ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് വന്നത് എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ? എടി കാര്യങ്ങള് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി കാണണം, അല്ലാതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് വിധിയെ ശപിച്ച് ദൈവത്തെയും പഴിച്ചിരിക്കുകയല്ല വേണ്ടത്. നിന്റെ മകനും അതുപോലെ തന്നെ ശിവേട്ടന്റെ മകനും ചെയ്തത് മോശമായി പോയെന്ന് നീ ആരോടെങ്കിലും ഇതുവരെ സമ്മതിച്ചിട്ടുണ്ടോ? ഇല്ലെന്ന് ഞങ്ങൾക്കറിയാം. കമലെടുത്തി സമ്മതിച്ചിട്ടില്ല. ഇത് കേട്ട വൈജിയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിന്റെയും ആണിക്കല്ല് അവൾ ഒറ്റ ഒരുത്തിയാണ്, ആ അലീന. രാജീവൻ അങ്ങ് തളച്ചു കയറുന്നുണ്ട് കേട്ടോ. കറക്റ്റ്, നിന്നെയും അതുപോലെ തന്നെ കമലെടുത്തി ആ ഒരു കാര്യത്തിൽ സമ്മതിച്ചേ പറ്റുള്ളൂ. ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമേ പറ്റുള്ളൂ. രാജീവനെ ഒന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ശിവൻ. കാരണം വൈജയ്ക്ക് അവിടെ കിടക്കുവാണെന്നുണ്ടെങ്കിൽ രാജീവന്റെ വായിലിരിക്കുന്ന മൊത്തം കേൾക്കേണ്ടി വരുന്നുള്ള കാര്യം ശിവന് മനസ്സിലാവുന്നുണ്ട്. അതൊക്കെ പോട്ടെ, രോഹിയെ ജാമ്യത്തിൽ ഇറക്കണ്ടേ? ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവരെ കോടതിയിൽ ഹാജരാക്കും. ഇത് കേട്ട വൈജിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കിടന്നിട്ട് ഞാൻ എന്നാ ചെയ്യാനാണ്, എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണെ. നിനക്ക് എന്ത് സഹായമാണ് വേണ്ടത്? രോഹി മോനെ ജയിലിൽ കയറാതെ എങ്ങനെങ്കിലും രക്ഷിക്കണം. ജയിലിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഭാവി നശിച്ചു പോകും. അതുപോലെ തന്നെയാണ് ഹരിയുടെ അവസ്ഥ. ഈ കേസിൽ ആരും സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരത്തില്ല. അവര് ഒരു വികൃതി കാണിച്ചെന്ന് കരുതിയിട്ടെന്ന് പറയുമ്പോഴേക്കും ഇതാണോടി വികൃതി? നീ 21 വർഷം മുമ്പ് ആഗ്രയിൽ വെച്ച് നടത്തിയതും വികൃതിയായിരുന്നോ? അലീനയോടും അവന്മാർ ഇത് തന്നെയല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയത്? അന്ന് അവള് പരാതി കൊടുക്കാത്തത് കൊണ്ട് അവന്മാർ രക്ഷപ്പെട്ടു. അതിനുശേഷം അലീന നിന്റെ മകനെ ഉപദേശിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ മനു ഞങ്ങളടുത്ത് പറഞ്ഞു. അലീന നിന്റെ മകനെ ഉപദേശിച്ച വാചകടക്കം മനു പറഞ്ഞു. പോകരുത് പോകരുത്, ചീത്ത കൂട്ടുകെട്ട് നിന്നെ ജയിലിൽ കൊണ്ട് എത്തിക്കുന്ന്. ഇപ്പോ എങ്ങനെയുണ്ട്? അവളുടെ കരുനാക്കുകൊണ്ട് വലഞ്ഞതല്ലേ, എന്തായാലും വലിക്കുമായിരിക്കും എന്നാണ് വൈജയുടെ മറുപടി. അത് വലിക്കും, എന്തായാലും വലിക്കാതെ പോകത്തില്ല. കാരണം നീ അവളോട് അത്രയ്ക്കും ക്രൂരത കാണിച്ചിട്ടുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത അവളോട് കരുണയില്ലാതെ പെരുമാറുന്ന സമയത്ത് ഓർത്തോണം, എവിടുന്നെങ്കിലൊക്കെ തിരിച്ചടി കിട്ടുന്നു. അതാണ് കർമ്മഫലം. അതെന്തായാലും കിട്ടിയില്ലേ? എന്റെ മകൻ ജയിലിൽ കയറുന്ന സമയത്ത് രാജീവേട്ടനും അതുപോലെ തന്നെ അവൾക്കും സന്തോഷം കിട്ടുമോ? അല്ലേ? വൈജയുടെ സംസാരം കേൾക്കുമ്പോൾ നിന്റെ അടുത്ത് എനിക്ക് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. രാജീവിന്റെ അടുത്ത് എന്തായാലും കൂടുതലായിട്ട് സംസാരിക്കാൻ വൈജയ്ക്ക് താല്പര്യമില്ല. ശിവേട്ട, ഹരിയെ ജാമ്യത്തിൽ ഇറക്കുന്ന സമയത്ത് രോഹിയും കൂടി ഇറക്കണേ എന്നാണ് വൈജയന്തിയുടെ അപേക്ഷ. പണം ശിവേട്ട ഞാൻ എത്ര വേണമെങ്കിലും തരാമെന്ന് പറയുമ്പോൾ ഒന്നും നടക്കില്ല വൈജയ്. അവരെ റിമാൻഡ് ചെയ്യും, സബ് ജയിലിൽ പോയി കിടക്കേണ്ടി വരും. കേസിന്റെ ശിക്ഷയാണെങ്കിൽ വേറെ, പൈസയും ഇതുവരെ ഉണ്ടാക്കി വെച്ചതെല്ലാം തീരും. ദുഷ്പേരാണെന്നുണ്ടെങ്കിൽ ഒരു കാലത്ത് മാറാൻ വേണ്ടി പോകുന്നുമില്ല. ഇത് പറയാനായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ടിരുന്നില്ല എന്ന് വൈജ പറയുമ്പോ, നീയെ അലീനയുടെ അടുത്ത് പറഞ്ഞാലേ ഒരു പക്ഷേ അവൾക്ക് നിന്നെ രക്ഷിക്കാൻ വേണ്ടി പറ്റും. അവളുടെ കൈയും കാലം പിടിച്ചിട്ട് എന്റെ മകൻ രക്ഷപ്പെടണ്ട എന്നാണ് വൈജയുടെ മറുപടി. ഒരു തവണ രക്ഷപ്പെടുത്തിയത് അവളാണ്, ഇല്ലെങ്കിൽ ഹരിയും അതുപോലെ രോഹിയും പണ്ടേ ജയിലിൽ കിടന്നേനെ. കഴിഞ്ഞ രാത്രിയില് അവളെ പോലീസ് പിടിച്ചോണ്ട് പോയിട്ട് ഒരുപാട് നിർബന്ധിച്ചു എന്നുള്ള കാര്യം പറഞ്ഞത്, പഴയ റേപ്പ് കേസിന്റെ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവൾ അത് കൊടുത്തിട്ടില്ല. എനിക്ക് അവളെ കുറിച്ചിട്ട് ഒന്നും കേൾക്കണ്ട. വൈജയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും നിനക്ക് കേൾക്കണ്ടെങ്കിൽ കേൾക്കണ്ട, വാ നമുക്ക് ബാലേന്ദ്രന്റെ അടുത്തും കൂടി കയറിയിട്ട് പോകാം എന്ന് ശിവൻ ഭയങ്കര ദേഷ്യത്തിൽ രാജീവിന്റെ അടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾ എന്തിനാ അയാളെടുത്ത് പോകുന്നത്? അയാൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമായിരിക്കില്ല. വയ്യ എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്നാൽ മതിയല്ലോ, നല്ല സുഖമല്ലേ? അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും വൈജയുടെ അടുത്ത് പറയുന്നില്ല കേട്ടോ. രണ്ടുപേരും ദേഷ്യം പിടിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. തുടർന്ന് രാജീവനും അതുപോലെ ശിവനും കൂടി ചേർന്നിട്ട് ബാലേന്ദ്രന്റെ അരികിൽ എത്തുകയാണ്. അവരെ കണ്ട ഉടനെ തന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വന്നതായിരിക്കും അല്ലേ, എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വല്ല പിടിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളിപ്പോ വന്നതല്ലേ ഉള്ളൂ. രാഷ്ട്രീയക്കാരെങ്കിലും ഉണ്ടോ? അതും ചെറുതൊന്നും പോരാ, മിനിസ്റ്റർ ലെവലിൽ ഇടപെടാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? രാമപുരത്ത് കമലയുടെ ഒരു അമ്മാവനുണ്ട്, പക്ഷെ ഭരണകക്ഷി അല്ലാത്തത് കൊണ്ട് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നാ പറഞ്ഞത്. പോലീസിന് വല്ല പിടിപാടുണ്ടോ? ഐജിയോ എസ് അങ്ങനെ ആരെങ്കിലും? ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. രാജീവൻ അറിയിക്കുന്നുണ്ട്. എസ് പിയുടെ അടുത്ത് ചോദിച്ച സമയത്താണ് പറഞ്ഞത് പീഡന കേസിന് തലയൂരാൻ വേണ്ടി പറ്റത്തില്ല. ഇത് കേട്ട് ശിവനാണെന്നുണ്ടെങ്കിൽ എല്ലാ കേസിലും ഇല്ലേ ചില ലൂപ്പ് ഹോൾസ് എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ പീഡന കേസിൽ അതില്ലാന്ന് ബാലേന്ദ്രൻ. പീഡനത്തിനിരയായ സ്ത്രീയുടെ വാക്കിനാണ് വില, വേറെ തെളിവുകളൊന്നും വേണ്ട. ഇത് കേട്ട് ശിവൻ പറയുന്നത് അങ്ങനെ വെറുതെ പറഞ്ഞാലൊന്നും പോരാ, സാഹചര്യ തെളിവുകളും കൂടി വേണം. ഇവിടെ എല്ലാ തെളിവുകളും ഉണ്ട്. പീഡനം നടന്ന വീട്, മുറി, ഫോറൻസിക് സാമ്പിൾസ്, ഡോക്ടേഴ്സിന്റെ സർട്ടിഫിക്കറ്റ്, ലാബ് ടെസ്റ്റ് റിപ്പോർട്ട്സ്. ബാലേന്ദ്രന് ക്ലബ്ബുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കാരെയും പരിചയമില്ല. ഇതുമായി ബന്ധപ്പെട്ട് ആരുടെയും കാല് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറുമല്ല. ഇതിപ്പോ എന്തെങ്കിലും ചെയ്യേണ്ട സമയം കടന്നുപോയി. അപ്പൊ തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കാണേണ്ട ആൾക്കാരെ കണ്ട് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കായിരുന്നു. ഇതിപ്പോ ആരൊന്നും പറഞ്ഞുമില്ല, നമ്മളൊന്നും അറിഞ്ഞതുമില്ല. അവര് സുഖമായിട്ട് പോയി കിടന്നുറങ്ങി. വിവരം കേട്ട റാസ്കൽ. അവര് ആ പെണ്ണ് എവിടെയാ പോയെന്നുള്ള കാര്യം അന്വേഷിക്കണ്ടേ? ഹോസ്പിറ്റലിലേക്കാ പോയെന്നുള്ള കാര്യം അറിഞ്ഞായിരുന്നെങ്കിൽ ആ വീട്ടുകാരെ ചെന്ന് കണ്ടിട്ട് 25-50 ലക്ഷം കൊടുത്തിട്ട് നമുക്ക് ഒതുക്കായിരുന്നു. അത്രയും എമൗണ്ട് ഒന്നിച്ചു കൊടുത്തായിരുന്നെങ്കിൽ അവര് സമ്മതിച്ചേനെ എന്നൊക്കെ ശിവൻ പറയുന്നത് കേൾക്കുമ്പോൾ ഇനിയിപ്പോ എന്തായാലും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, എല്ലാം പിടിവിട്ടു പോയി. ഇതെല്ലാം കേട്ട ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇനിയിപ്പോ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ,
കോടതി കേസ് വരുന്ന സമയത്ത് പെണ്ണ് മൊഴി മാറ്റി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ രക്ഷപ്പെടാൻ വേണ്ടി പറ്റിയേക്കും. അതൊക്കെ കുറച്ച് സാവകാശം എടുത്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ്. പക്ഷെ ഇപ്പൊ അവര് ജയിലിൽ കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. അതൊന്നും നടക്കില്ല ശിവേട്ട. 30 ദിവസമെങ്കിലും റിമാൻഡ് കാലാവധി നിശ്ചയിക്കും. ജയിലിൽ കിടക്കട്ടെ ശിവേട്ട, മക്കള് പഠിക്കട്ടെ. നമ്മൾ അവരെ കോളേജിൽ പഠിപ്പിക്കാനാണല്ലോ വിട്ടത്. എന്നാ അവന്മാർക്ക് അത് പോരാ. ജയിലിലെ കോഴ്സാണ് അവർക്ക് പഠിക്കാൻ ഇഷ്ടം. എന്തായാലും അത് പഠിക്കട്ടെ. എന്തൊക്കെയാണെങ്കിലും ബാലേന്ദ്ര, അവര് നമ്മുടെ മക്കളല്ലേ. പറഞ്ഞിട്ട് എന്താ ശിവേട്ട കാര്യം? മക്കളെ നല്ല അമ്മമാര് വളർത്തണം. കൈതക്കിലുണ്ട് ഒരു വശം, അതുപോലെ കടപ്പാട്ടൂരുണ്ട് ഒരു വശം. വൈജയന്തി അവര് വളർത്തിയ രീതിക്ക് എത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ബാലേന്ദ്രന്റെ ആ വാക്കുകൾ കേട്ടിട്ട് തിരിച്ച് മറുപടി ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുവാണ് കേട്ടോ രാജീവനും അതുപോലെ ശിവനും. അതോടുകൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ അവസാനിക്കുന്നത്. നാളത്തെ പ്രോമോയിൽ കാണിക്കുന്നത് എല്ലാവരെയും കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. പുറത്ത് ആൾക്കൂട്ടമുണ്ട്. പ്രലോഭനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ടെന്നുള്ള കാര്യമൊക്കെ SI നമ്പ്യാർ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അതേസമയം രോഹിയാണെന്നുണ്ടെങ്കിൽ ലോക്കപ്പിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് മടി കാണിക്കുന്നുണ്ട്. നമ്പ്യാരാണെങ്കിൽ ഒച്ചത്തിൽ ചോദിക്കുന്നുണ്ട്, നിനക്കെന്താടാ പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇത്ര വലിയ മടി? അത് കേട്ടിട്ട് രോഹി പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുവാണേ. ആ ആൾക്കൂട്ടത്തിന്റെ ഇടയിലൂടെയും പോലീസുകാർ വണ്ടിയിൽ കയറ്റിയിട്ട് കോടതിയിലേക്ക് അവരെ ഹാജരാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആ രംഗങ്ങൾ നോക്കി നിൽക്കുവാണ് ശിവനും അതുപോലെ രാജീവനും.